ഇത് ഞാൻ മണ്ണാർക്കാട് നിന്ന് വന്ന ആ ഒരു ടൈമിൽ എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആയിരുന്നു കേട്ടോ. പടച്ചട്ടിയൊക്കെ കെട്ടി എങ്ങോട്ടാണെന്നല്ലേ, ഇനാമിക്ക് വേണ്ടി ഒരു ഗോൾഡ് എടുക്കാൻ വേണ്ടിയിട്ട് പോകാനാണ് കേട്ടോ. അങ്ങനെ അതേ മിനിമോളുണ്ട് കേട്ടോ നമ്മുടെ കൂടെ പോകാൻ വേണ്ടിയിട്ട്. മുല്ലക്കയിൽ ഒരു ജ്വല്ലറിയിലാണ് കേട്ടോ നമ്മൾ പോണത്. എന്റെ പാർസൽ ഒരെണ്ണം പൊട്ടിയിട്ടുണ്ടായിരുന്നു, എന്നാൽ പിന്നെ അതും കൂടെ ചേഞ്ച് ചെയ്ത് വേറൊന്നും എടുക്കണം. കൂടെ ഇവൾക്ക് കാതും കുത്തണമെന്ന് പറഞ്ഞ് സെക്കൻഡ് കുത്തണമെന്ന് കുറേ നാളായിട്ട് അവള് പറയുവാണ് കേട്ടോ. കുറച്ച് നാളായിട്ട് ഇപ്പൊ എനിക്കും അങ്ങനെ ഒന്ന് കുത്തണം എന്നൊരു ആഗ്രഹം ഉണ്ട് കേട്ടോ. ഇനിയിപ്പോ എന്തായാലും ഇവളുടെ നോക്കിയിട്ട് വേണം എനിക്കും കുത്താൻ. അങ്ങനെ അതേ നമ്മൾ സംസം ജ്വല്ലേഴ്സിലോട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മൾ ഇവിടുന്ന് തന്നെയാണ് അധികവും ഗോൾഡ് പർച്ചേസ് ചെയ്യലും അതുപോലെ തന്നെ എക്സ്ചേഞ്ച് ചെയ്യലും ഒക്കെ. ചെന്ന ഉടനെ തന്നെ എനിക്ക് പാസരായിരുന്നു കേട്ടോ നോക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതേ അവിടെ നിന്ന് നല്ലൊരു മോഡൽ നോക്കി ഇതേ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനാമിക്ക് വേണ്ടിയുള്ള ബാങ്കിളിന്റെ നമ്മൾ ഉദ്ദേശിച്ച മോഡൽ അവിടെ ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അതിനെ കസ്റ്റമൈസ് ചെയ്യാൻ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരാൾ ഇതേ മാർക്ക് ചെയ്തിട്ട് കുത്താൻ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു പോർഷനിൽ നമ്മൾ കാത് കുത്തുവാണെങ്കിൽ അത് ഡോക്ടറിന്റെ അഡ്വൈസോട് കൂടി ഡോക്ടേഴ്സ് കുത്തുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അങ്ങനെ അവളുടെ അതേ കുത്തിയത് കണ്ടപ്പോഴത്തേക്കും എനിക്കൊന്നും കൂടെ ത്വരയായി കുത്തണം എന്നുള്ളത്, എത്രയും പെട്ടെന്ന് എനിക്ക് കുത്തണം എന്നായിട്ടോ. ഓൾറെഡി ഞാൻ 2 സെക്കൻഡ് കുത്തിയിട്ടുണ്ട്. ഇനി മൂന്നാമത് കുത്തുവാണെങ്കിൽ ഈ ഒരു സ്പോട്ടിലായിരിക്കും ഞാനും കുത്തുന്നത്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്കും ഇനാമിക്ക് അവിടെ നിന്ന് ഒരു ബലൂണൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വന്നത് ചെറുപ്പിന്റെ അടുത്ത് ആയതുകൊണ്ട് തന്നെ നമ്മൾ നേരെ അങ്ങോട്ട് നടന്നിട്ടുണ്ടായിരുന്നു. എനിക്കൊരു ചെരുപ്പ് നോക്കണമായിരുന്നു. അങ്ങനെ അതേ ഈ ഒരു ചെരുപ്പ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ചെന്ന ഉടനെ എനിക്ക് ഈ ഒരു സാധനം കിട്ടി. അങ്ങനെ അവിടെ നിന്ന് അതെടുത്ത് അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ തൊട്ടിപ്പുറത്തുള്ള മേളയിലോട്ടായിരുന്നു കേട്ടോ കയറിയത്. ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാമെന്നും പറഞ്ഞ് അങ്ങനെ കയറിയതാണ്. അങ്ങനെ അവിടെ നിന്ന് നമ്മളൊരു ഐസ്ക്രീം മേടിച്ച് തിരിച്ച് നടക്കുമ്പോഴത്തേക്കും ദേ ഈ ഒരു സാധനം കാണുന്നത്. അവിടെ കൊടുത്തേക്കുന്ന ബോർഡ് പോലെ തന്നെ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് എന്തോ നൊസ്റ്റാൾജിയ അടിച്ചു കേട്ടാ. പണ്ട് കടകളിലൊക്കെ ഉണ്ടായിരുന്ന പണ്ടത്തെ മോഡൽ മിഠായികളായിരുന്നു കേട്ടോ ഇരിക്കുന്ന ഫുള്ള്. അങ്ങനെ അതിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 1-2 എടുത്തിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിൽ പോയി.